ദീർഘായുസ് കൊടുക്കട്ടെ. മൂക്കിലേക്ക് വലിച്ചു കളയാമെന്ന് ആഗ്രഹിച്ചവർ ഒരു കാലത്ത് ഞങ്ങളൊക്കെ കൂടി കാന്തപുരത്തിനെയും എണ്ണിയാൽ ചുരുക്കം വരുന്ന ആളുകളെയും മൂക്കിലേക്ക് വലിച്ചു കളയാമെന്ന് ആഗ്രഹിച്ചവർ അല്ല, ഈ സമയത്തു തന്നെ കഴുത്തു ഞെരിച്ച് കൊന്നുകളയാമെന്ന് ആഗ്രഹിച്ചവർ 31 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈമാനും തവക്കലും ഉണ്ടായപ്പോ ഇറങ്ങി ഇങ്ങോട്ട് പോന്നപ്പോ 34 ആളുകൾ പറഞ്ഞു, മിനിറ്റ്സ് ഞങ്ങളുടെ കയ്യിലാണ്, ഭൂരിപക്ഷം ഞങ്ങൾക്കാണ്. മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾ ഖബർ അല്ലാഹു സന്തോഷാക്കട്ടെ, നിങ്ങൾ മിനിറ്റ്സും ഭൂരിപക്ഷവും പിടിച്ചോ, ഞങ്ങൾ സുന്നത്തി ജമാഅത്തും പിടിച്ചു പോകുക. പോന്നപ്പോ ഇരിക്കാൻ ഒരു കസേരയില്ല. ഞാൻ സാക്ഷിയാണ്, അനുഭവസ്ഥനാണ്. 86 മുതൽ 92 വരെ ഞാൻ മർക്കസിലുണ്ട്. ഇറങ്ങിപ്പോന്നപ്പോ ഒരു കസേരയില്ല, ഒരു സെന്റ് ഭൂമിയില്ല. ഒരു ഓഫീസിന് ആകെ 2 സ്ഥാപനം. ഒന്ന് ചന്ദ്രഗിരി പുഴയുടെ കളകളാരവത്ത് തെളിഞ്ഞു നിൽക്കുന്നത് MA ഉസ്താദിന്റെ കൈകളാൽ വിരചിതമായ ജാമിയ സഅദിയ, മറ്റൊന്ന് മർക്കസ്. മൂന്നാമതൊന്ന് പറയാമോ ഇരിക്കുന്നവർക്ക്? ഇല്ല. 300 സിസ്റ്റം, 300 സിസ്റ്റം. മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ടായി വാക്ക് 300 സിസ്റ്റം. ഔദ്യോഗിക സ്ഥാപനങ്ങൾ ഇന്ന് നമുക്കുണ്ട്. ഞങ്ങളോടൊക്കെ പറഞ്ഞു തന്നു, നിങ്ങൾ ദുനിയാവ് ആഗ്രഹിക്കരുത്, ദുനിയാവ് ആഗ്രഹിക്കരുത്. മുരിയന്മാരെ, സക്കാഫിമാരെ, ദുനിയാവ് ആഗ്രഹിക്കരുത്. വാതിന് പോയാൽ കാശ് ചോദിക്കരുത്, മേടിക്കരുത്. അത് ഉസ്താദിന്റെ മാതൃകയാ. ഇന്നെവിടെ എത്തി? അൻവർ ഇബ്രാഹിം സ്പെഷ്യലായ ഫ്ലൈറ്റ് അയച്ചു കൊടുത്ത, രാജകീയമായി കൊണ്ടുപോയി കാരന്തൂരിന്റെ കേരവൃക്ഷങ്ങൾക്കിടയിലുള്ള കാന്തപുരത്തിനെ മലേഷ്യയിൽ കൊണ്ടുപോയെന്ന് മാത്രമല്ല, ആ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ബഹുമതിയായ ഔദ്യോഗിക ബഹുമതി കൊടുത്ത് ആദരിച്ചു വിടുന്ന നിലക്ക് വളർന്നെങ്കിൽ ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. അല്ലാഹനെ പേടിക്കുന്നവർക്ക്, നന്മ ചെയ്യുന്നവർക്ക് അവരുടെ കൂടെയാണ് അല്ലാഹ്. മഹാന്മാർ അതിനുവേണ്ടി പണിയെടുത്തവരാണ്. നമ്മുടെ ഈ പറയുന്ന ബാപ്പനങ്ങാടി ഉസ്താദൊക്കെ ആ നിലക്ക് അല്ലാഹനെ പേടിച്ചവരും ആ നിലക്ക് നന്മ ചെയ്തവരുവാ അതിന്റെ പിൻഗാമികളായ AP ഉസ്താദ് അവറുകള്. അതുകൊണ്ട് ആ മാതൃക നമ്മൾ പിൻപറ്റണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ആ സൈഡിലൂടെ ഇതുവരെ ഒരു വാദനും കാശ് വെച്ചിട്ടില്ല. ഇനി അങ്ങനെ ചോദിക്കാതെ തന്നെ മരിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ധൈര്യമായിട്ടാ പറയുന്നത്. ഓൺലൈനിൽ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. 10,000-കണക്കിന് സ്റ്റേജുകളിൽ പ്രസംഗിച്ചു. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് പറയുവാരെങ്കിലും ഏതെങ്കിലും ഒരു ധൈര്യം ഉണ്ടെങ്കിൽ ഇല്ല. ദീനിനു വേണ്ടി ഒരു അവസരം ഉണ്ടായി. പിളർപ്പ്